പിതൃക്കളുടെ മോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. ബലിതർപ്പണത്തിനായി കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ബാവലിപ്പുഴക്കരികിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത്. പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ച ബലിതർപ്പണം 11 മണി വരെ നീണ്ടു. കിണ്ടി പാലിന് മുകളിലും മറുകൈ കൊണ്ട് കിണ്ടി മുഖവും അടച്ച് കിണ്ടി 3 തവണ ഉയർത്തി താഴ്ത്തി വെക്കുക. കിണ്ടി 3 തവണ ഉയർത്തി താഴ്ത്തി വെക്കുക. ഇതിൽ നമ്മുടെ 3 വിരലുകൾ കൈവരുടെ 3 വിരലിലേക്ക് 3 തവണ സ്വയം കിണ്ടിയാവാൻ സ്വന്തം ശരീരത്തിലേക്ക് 3 തവണ പോവുക. അതിനുശേഷം ആ ദർഭ ഓരോന്ന് കയ്യിലുണ്ട്. നമ്മുടെ ഇലയിൽ തന്ന ദർഭയുണ്ടല്ലോ, അത് വലത് കൈ കൊണ്ട് കിണ്ടി വാലിനെ വെള്ളം ചെയ്ത ആ ദർഭ ഇലയിൽ പൂവ് ഈ 3 ബലിവസ്തുക്കൾ കയ്യിലെടുത്ത് അരിയും വെള്ളും പൂവും കയ്യിലെടുക്കുക. വസുപഞ്ചകസ്യം ക്രിയാസ്ഥാനെ ഏകബിംബം സമർപ്പയാമി. നമ്മുടെ കയ്യിലുള്ള ബലിവസ്തുക്കൾ നമ്മുടെ പൂർവ്വ പിതൃക്കൾ, നമ്മൾ ഇന്നോളം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത, പേരും നാളും ഒന്നും അറിയത്തില്ലാത്ത പൂർവ്വ പിതൃക്കൾ, അവർക്കുള്ള തർപ്പണമെന്ന് സങ്കല്പിച്ച് ഗർഭയുടെ മധ്യത്തിൽ സമർപ്പിക്കും. എള്ളും പൂവും അല്പം കൂടെ കയ്യിലെടുക്കുക. അരിയുള്ള പൂവ് 3 ബലിവസ്തുക്കളെ കയ്യിലെടുക്കുക. വിദുരം ആഗീകര ഗോത്രേ നാട് എന്ന് വെച്ചാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച് ഇന്ന നക്ഷത്രത്തിൽ അതിലേക്ക് കിണ്ടിവാലിൽ നിന്ന് വെള്ളമെടുത്ത് ഒരു നീര് നൽകി കായനവാദ മനസേന്ദ്രിയർവ വിജ്ഞാപനാവ പ്രകൃതി സ്വഭാവ കാരോസ്മിഞ്ചത് ഓ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഒഴുകി വരുന്ന ദിക്കിലേക്ക് ഇനി കിണ്ടിവാലിൽ നിന്ന് കുറച്ച് വെള്ളം വലത് കൈക്കുമ്പിളിൽ എടുത്ത് കിണ്ടിവാലിൽ നിന്ന് കുറച്ച് വെള്ളം വലത് കൈക്കുമ്പിളിൽ എടുക്കുക. അല്പം ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ചൊല്ലുക: കാശി രാമേശ്വരം തിരുവല്ലം തിരുനാവായ ഗോകർണേഷു ആമ്പലിക ക്ഷേത്രേ സർവപാപ വിമുക്തായ ആവാഹനതു. നമ്മൾ പിതൃകർമ്മം ചെയ്യാനുള്ള ഗംഗാ നദീജലത്തെ കയ്യിലുള്ള വെള്ളം കിണ്ടിയിലേക്ക് തന്നെ പകർന്ന് കിണ്ടിവാലിൽ നിന്ന് വെള്ളമെടുത്ത് 3 തവണ കിണ്ടിയിലേക്ക് തന്നെ ഒഴിക്കുക. കിണ്ടിവാലിൽ നിന്ന് വെള്ളമെടുത്ത് 3 തവണ കിണ്ടിയിലേക്ക് തന്നെ പകർന്നൊഴിക്കുക. അതിനുശേഷം ഇറക്കിയിട്ട് പാർശ്വഭാഗങ്ങളിലേക്ക് 3 തവണ ജലം പകരുക. അതായത് ഗംഗാ നദീജലത്താൽ നമ്മൾ പരിസരം ശുദ്ധി ചെയ്യുന്നു. 3 തവണ പാർശ്വഭാഗങ്ങളിലേക്ക് ജലം പകർന്ന്
ഇനി സ്വയം ശുദ്ധി, സ്വന്തം ശരീരം ശുദ്ധിയാക്കിയ ദർഭ ഇലയുടെ മുകളിൽ വെച്ച് ഇലയുടെ പകുതി ഭാഗം നമ്മൾ വെള്ളം കിട്ടിയവരാ ദർഭേൻ്റെ മേലെ വെച്ചോളൂ. വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ദർഭേൻ്റെ മേലെ വെക്കാം. പുറത്തോട്ട് വരുന്ന രീതിയിൽ ദഹിക്കുക. കുറച്ചായിട്ട് എടുക്കണ്ടു. അടുത്തത് വീണ്ടും കുറച്ചായിട്ട് എടുക്കും. ഒരേ സമയം 100-ലധികം പേരാണ് ബലിതർപ്പണ ചടങ്ങിൽ പങ്കെടുത്തത്. അപകട സാധ്യത കണക്കിലെടുത്ത് ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിക്കാൻ പ്രത്യേക ഭാഗം കയർ കെട്ടി തിരിച്ചിരുന്നു. ഫയർഫോഴ്സ്, പോലീസ്, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സുരക്ഷാ ചുമതല. ബലിതർപ്പണത്തിന് ശേഷം ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ദേവസ്വം അന്നദാന ഹാളിൽ ഭക്തജനങ്ങൾക്കായി ലഘുഭക്ഷണവും തയ്യാറാക്കിയിരുന്നു. ഹൈ വിഷൻ ന്യൂസ്, കേളകം.